ഗുഡ് ഈവനിംഗ്. ലേറ്റ് എഡിഷനിലേക്ക് സ്വാഗതം. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. ഇപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്കാണ്. ഹൈക്കോടതി മുൻ ജഡ്ജി എസ് സിരിജകൻ അന്തരിച്ചു. 74 വയസ്സായിരുന്നു. 3 ആഴ്ചയായി ചികിത്സയിലായിരുന്നു. നേതാക്കൾ വിവാദത്തിൽപ്പെടാതെ നാവടക്കണമെന്ന് സിപിഐഎം സംസ്ഥാന സമിതിയിൽ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ താക്കീത്. പാർട്ടി നിലപാടിന് വിരുദ്ധമായ പരസ്യ പ്രസ്താവനകൾ പാടില്ല. അത്തരം പ്രസ്താവനകളെ പാർട്ടി തള്ളിപ്പറയുമെന്നും ഗോവിന്ദൻ മുന്നറിയിപ്പ് നൽകി. മലപ്പുറം, കാസർഗോഡ് ജില്ലകളെക്കുറിച്ച് നടത്തിയ വിവാദ പരാമർശത്തിൽ മന്ത്രി സജി ചെറിയാനെതിരെ സംസ്ഥാന സമിതിയിൽ വിമർശനമുയർന്നു. വിവാദ പ്രസ്താവന പാർട്ടിക്ക് ക്ഷീണമായെന്ന് വിമർശനം വന്നു. രക്തസാക്ഷി ധൻരാജിന്റെ പേരിലുള്ള ഫണ്ടിൽ തിരിമറി നടന്നെന്ന വെളിപ്പെടുത്തലിൽ സിപിഐഎം കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം കുഞ്ഞികൃഷ്ണനെതിരെ പാർട്ടി നടപടി നാളെ. കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് ചേർന്ന് നടപടി തീരുമാനിക്കും. പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനാണ് സാധ്യത. മേൽക്കമ്മിറ്റിയുടെ അനുമതിയോടെയാവും നടപടി പ്രഖ്യാപിക്കുക. അതിനിടെ പയ്യന്നൂർ MLA TI മധുസൂദനന്റെ രാജി ആവശ്യപ്പെട്ട് കോൺഗ്രസ് പയ്യന്നൂരിൽ നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി. സിപിഐഎം കോൺഗ്രസ് പ്രവർത്തകർ ഏറ്റുമുട്ടി. TI മധുസൂദനൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് BJPയും പ്രതിഷേധം സംഘടിപ്പിച്ചു. കേരളത്തിലെ അതിവേഗ റെയിൽപാതയുടെ പ്രഖ്യാപനം ഉടനെന്ന് ശ്രീധരൻ. താൻ നൽകിയ പദ്ധതി രേഖയുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ടെന്ന് മെട്രോമാൻ പറഞ്ഞു. തിരുവനന്തപുരം കണ്ണൂർ യാത്രാസമയം 3.25 മണിക്കൂറായി ചുരുങ്ങും. സംസ്ഥാന സർക്കാരിന്റെ അറിവോടെ പോയ പ്രപ്പോസൽ എന്ന് കേരളത്തിലെ ഏറെ പ്രത്യേക പ്രതിനിധി കെവി തോമസ് പറഞ്ഞു. അതേസമയം പദ്ധതിയെ പരിഹസിച്ച് പ്രതിപക്ഷം രംഗത്തെത്തി. സംസ്ഥാന സർക്കാരിന്റെ സിൽവർ ലൈൻ പദ്ധതി തള്ളിയതോടെയാണ് അതിവേഗ റെയിൽപാതയ്ക്ക് വഴിയൊരുങ്ങുന്നത്. ആദ്യഘട്ടത്തിൽ കാസർഗോഡിനെ ഒഴിവാക്കി തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ 430 കിലോമീറ്ററായിരിക്കും പാത. ആകെ 22 സ്റ്റോപ്പുകളുണ്ടാകും. 8 കോച്ചുകളുള്ള ട്രെയിനായിരിക്കും ആദ്യഘട്ടത്തിലുണ്ടാകുക. മേൽപ്പാലത്തിനും തുരങ്കപാതയ്ക്കുമായി ഏറ്റെടുത്ത ഭൂമി നിർമ്മാണത്തിന് ശേഷം വ്യവസ്ഥകളോടെ ഉടമകൾക്ക് ലീസിന് നൽകും. റെയിൽവേക്ക് 51%, സംസ്ഥാന സർക്കാരിന് 49%ആയിരിക്കും ഓഹരി. 86,000 കോടി രൂപയാണ് ചിലവ് പ്രതീക്ഷിക്കുന്നത്. റെയിൽവേയുടെ ഔദ്യോഗിക പ്രഖ്യാപനം 2 ആഴ്ചയ്ക്കുള്ളിൽ വരും. കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഈ ശ്രീധരന്റെ പ്രതികരണം. ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് വിത്തിൻ 15 days വരും. 15 days. ഇതിന്റെ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് 86,000 crores ആയിരിക്കും. സംസ്ഥാന സർക്കാരിന്റെ അറിവോടെ പോയ പ്രപ്പോസലാണെന്ന് കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി KV തോമസ് 24നോട് പറഞ്ഞു. ഈ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെല്ലാം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുള്ളതാണ് അദ്ദേഹം. അതേസമയം പദ്ധതിയെ പരിഹസിച്ച് പ്രതിപക്ഷം രംഗത്തെത്തി. നാട്ടിലെ ജനങ്ങൾക്ക് ഭൂമിയും വിൽക്കാൻ പറ്റുന്നില്ല, അവിടെ ക്രയവിക്രയങ്ങൾ പറ്റുന്നില്ല, ഒന്നുമില്ല. അപ്പോൾ അടിയന്തരമായി ശ്രീധരനാണേലും പിണറായി വിജയനാണേലും ആ മഞ്ഞക്കുറ്റി ഒന്ന് ഊരി ജനങ്ങളെ രക്ഷിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പദ്ധതിക്കെതിരെ അതിശക്തമായ സമരം നടത്തുമെന്നാണ് K. സുധാകരന്റെ പ്രതികരണം. 24 മലപ്പുറം. വിഴിഞ്ഞം തുറമുഖത്തിന്റെ 2ാം ഘട്ട നിർമ്മാണത്തിന് ഔദ്യോഗിക തുടക്കം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിച്ചു. ആഗോള കപ്പൽ ചാലിൽ കേരളത്തിന്റെ പേര് സുവർണ ലിപികളിൽ എഴുതപ്പെട്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. തുറമുഖത്തിന്റെ ശില്പി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. ഇന്ത്യയിലെ ആദ്യ ഓട്ടോമേറ്റഡ് തുറമുഖമായ വിഴിഞ്ഞം അന്താരാഷ്ട്ര ആഴക്കടൽ തുറമുഖത്തിൽ 4 ഘട്ടമായി പൂർത്തിയാക്കാൻ ആലോചിച്ച പദ്ധതിയാണ് വേഗം കൂട്ടി ഒറ്റഘട്ടമായി 17 വർഷം മുൻപ് പൂർത്തിയാക്കാനൊരുങ്ങുന്നത്. 2 മദർഷിപ്പ് ഉൾക്കൊള്ളുന്ന 800 മീറ്റർ ബർത്തിൽ നിന്ന് 5 മദർഷിപ്പ് ഉൾക്കൊള്ളുന്ന 2000 മീറ്റർ ബർത്ത്, 4 കിലോമീറ്റർ പുലിമുട്ട്, 1 വർഷം 50 ലക്ഷം TEU കണ്ടെയ്നറുകൾ ഉൾക്കൊള്ളാവുന്ന ശേഷി, റോഡ് വഴിയുള്ള ചരക്ക് നീക്കം. അതിവേഗം വിഴിഞ്ഞം മാറുകയാണ്. അന്താരാഷ്ട്ര വ്യാപാര രംഗത്തെ വിസ്മയമായി മാറിക്കഴിഞ്ഞു. കേരളം മാറുകയാണ് എന്ന സന്ദേശമാണ് ലോകത്തിന് വിഴിഞ്ഞത്തിലൂടെ നൽകാനുള്ളതെന്നും ഇനിയും ജനങ്ങളുടെ പിന്തുണ പ്രതീക്ഷിക്കുന്നെന്നും മുഖ്യമന്ത്രി. കേരളം മാറുകയാണ്, മുന്നേറുകയാണ്. ഇതാണ് ലോകത്തിൻ്റെ മുന്നിൽ നമുക്ക് നൽകാനുള്ള സന്ദേശം. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നത് നമുക്കേവർക്കും അറിയാം. എല്ലാ കാര്യങ്ങൾക്കും ജനങ്ങളുടെ പിന്തുണയാണ് കരുത്തായി മാറിയത്. പദ്ധതിയുടെ ശില്പി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണെന്നും ആദ്യഘട്ടം പൂർത്തിയാക്കുന്നതിൽ കാലതാമസമുണ്ടായെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ വിമർശനം. ഇത് യാഥാർത്ഥ്യമാക്കി തീർക്കാൻ മുൻകൈയെടുത്ത, ഇതിൻ്റെ ശില്പി എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്ന മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയെ ഞാൻ ഈ അവസരത്തിൽ സ്നേഹപൂർവ്വം അനുസ്മരിക്കുന്നു. നമുക്കറിയാം 2014 ആരംഭിച്ച ഈ പദ്ധതി നമുക്ക് 2019 ഉദ്ഘാടനം ചെയ്യപ്പെടേണ്ടതായിരുന്നു. പക്ഷേ പല കാരണങ്ങളാൽ 1ാം ഘട്ടം 5 വർഷം വൈകി 2024 നമ്മൾ ആരംഭിച്ചത്. പ്രധാനമന്ത്രിയുടെ ദീർഘവീക്ഷണമാണ് വിഴിഞ്ഞം തുറമുഖമെന്ന് കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ പറഞ്ഞു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പങ്ക് ഓർമ്മിപ്പിച്ച കരുണാദാനി
മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇടപാടുകളെയും പ്രശംസിച്ചു. To acknowledge the foundational role played by the late Shri Oman Chandi ji, under whose leadership this project was awarded and given its initial momentum. This continuity of the vision has been carried forward with exceptional resolve under the leadership of the Honorable Chief Minister. റോഡ് വഴിയുള്ള ചരക്ക് നീക്കത്തിന് വേണ്ടി ഹൈവേയിലേക്കുള്ള അപ്രോച്ച് റോഡിന്റെ ഉദ്ഘാടനവും ചടങ്ങിൽ നടന്നു. 24 തിരുവനന്തപുരം. കേന്ദ്ര മോട്ടോർ വാഹന നിയമങ്ങൾ കർശനമായി നടപ്പാക്കാൻ സംസ്ഥാന സർക്കാർ. വർഷത്തിൽ 5 ചെലാനുകൾ ലഭിച്ചാൽ ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കും. പിഴയടയ്ക്കാൻ 45 ദിവസം സമയം നൽകും. കുടിശ്ശിക വരുത്തുന്ന വാഹനങ്ങൾ ബ്ലാക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തും. RC ഉടമയ്ക്കെതിരെയായിരിക്കും എല്ലാ നിയമ നടപടികളും സ്വീകരിക്കുക. ഗതാഗത നിയമലംഘനങ്ങൾ തടയുന്നതിനും റോഡ് സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനുമായാണ് നിയമ ഭേദഗതി. ഈ വർഷം ജനുവരി 1 മുതൽ പുതിയ നിയമം പ്രാബല്യത്തിലായി. 5 തവണ വാഹന നിയമം ലംഘിക്കുന്നവരെ സ്ഥിരം കുറ്റവാളിയായി കണക്കാക്കിയാണ് ലൈസൻസ് റദ്ദാക്കുന്നത്. ഹെൽമറ്റ് ധരിക്കാതിരിക്കുക, സീറ്റ് ബെൽറ്റ് ഇടാതിരിക്കുക, റെഡ് സിഗ്നൽ മറികടക്കുക തുടങ്ങിയ നിയമലംഘനങ്ങളും ഇതിലുൾപ്പെടും. ചലാൻ ലഭിച്ചാൽ അത് അടയ്ക്കുന്നതിന് ഇനി മുതൽ 45 ദിവസത്തെ സമയപരിധി മാത്രമേ ലഭിക്കൂ. ബ്ലാക്ക് ലിസ്റ്റിലുള്ള വാഹനങ്ങൾക്ക് ഉടമസ്ഥാവകാശ കൈമാറ്റം, ഫിറ്റ്നസ്, മലിനീകരണ സർട്ടിഫിക്കറ്റ് തുടങ്ങിയ സേവനങ്ങൾ തടയും. കുടിശ്ശികയുള്ള വാഹനങ്ങൾ പിടിച്ചെടുക്കാൻ ഉദ്യോഗസ്ഥർക്ക് അധികാരമുണ്ട്. എല്ലാ നിയമ നടപടികളും വാഹനത്തിന്റെ RC ഉടമയ്ക്കെതിരെയായിരിക്കും. ചെലാൻ തെറ്റാണെന്ന് തോന്നുകയാണെങ്കിൽ 45 ദിവസത്തിനുള്ളിൽ അത് ഓൺലൈൻ പോർട്ടൽ വഴി ചോദ്യം ചെയ്യാവുന്നതാണ്. പരാതി നൽകിയാൽ 30 ദിവസത്തിനുള്ളിൽ അധികൃതർ തീരുമാനമെടുക്കണം. പരാതി തള്ളുകയാണെങ്കിൽ ഉത്തരവ് വന്ന് 30 ദിവസത്തിനുള്ളിൽ പിഴ അടയ്ക്കേണ്ടതുണ്ട്. കോടതിയെ സമീപിക്കാൻ താൽപര്യമുള്ളവർ പിഴത്തുകയുടെ 50% മുൻകൂറായി കെട്ടിവെക്കണം. ന്യൂസ് ഡെസ്ക് 24. തിരുവനന്തപുരം വെളപ്പിൽശാല സർക്കാർ ആശുപത്രിക്കെതിരെ ചികിത്സ നിഷേധിച്ചെന്ന ആരോപണം. ശ്വാസതടസ്സം മൂലം മരിച്ച കൊല്ലംകോണം സ്വദേശി ബിസ്മീറിന് ചികിത്സ നിഷേധിച്ചെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ ഗേറ്റ് തുറന്നില്ലെന്നും പ്രാഥമിക ചികിത്സ നൽകിയില്ലെന്നുമാണ് കുടുംബത്തിന്റെ പരാതി. തെരുവുനായ ശല്യമുള്ളതുകൊണ്ടാണ് ഗേറ്റ് അടച്ചിട്ടതെന്ന് ആശുപത്രി അധികൃതർ വിശദീകരിക്കുന്നു. ജനുവരി 19 പുലർച്ചെയോടെയാണ് ശ്വാസതടസ്സം അനുഭവപ്പെട്ടതിനെ തുടർന്ന് കൊല്ലങ്കോണം സ്വദേശിയായ ബിസ്മിർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെത്തിയത്. എന്നാൽ ആശുപത്രിയിൽ നിന്ന് പ്രാഥമിക ചികിത്സ പോലും ലഭിച്ചില്ലെന്നാണ് കുടുംബത്തിന്റെ പരാതി. ഓക്സിജനും നെബുലൈസേഷനും CPR നൽകിയില്ലെന്നും ആരോപണമുണ്ട്. കാരണം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു നെക്സ്റ്റ് ഫർദർ ആർക്കും ഇത് ഉണ്ടാകാൻ പാടില്ല. അതിനുവേണ്ടി ഞങ്ങൾ നിയമപരമായിട്ട് പോരാടുകയും ചെയ്യും. ഞങ്ങൾക്ക് മെയിനായിട്ട് 3 കാര്യങ്ങൾക്ക് ഞങ്ങൾ പ്രശ്നം പറയുന്നത് തന്നെയാണ്. ഒന്ന്, എന്തിനാണ് ഒരു ഗവൺമെൻറ് സ്ഥാപനം നൈറ്റ് ഡ്യൂട്ടിക്ക് ആളുള്ളപ്പോഴത്തേക്കും എന്തുകൊണ്ട് ലോക്ക് ചെയ്യുന്നു? നെക്സ്റ്റ് CPR കൊടുക്കാൻ എൻ്റെ പെങ്ങൾ പറഞ്ഞിട്ട് CPR കൊടുത്തില്ല. കൃത്യമായ ചികിത്സ നൽകിയിരുന്നുവെങ്കിൽ ബിസ്മിർ മരിക്കില്ലായിരുന്നു എന്നാണ് വിമർശനം. ഫുഡ് ഡെലിവറി ജീവനക്കാരനായ ബിസ്മിറിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും 20 മിനിറ്റ് മുന്നേ മരിച്ചെന്ന് കുടുംബത്തെ അറിയിക്കുകയായിരുന്നു. ആശുപത്രിയിൽ അനാസ്ഥ പതിവെന്ന ആരോപണവും ജനപ്രതിനിധികൾ ഉന്നയിക്കുന്നു. ഇതാദ്യമായിട്ടല്ല സത്യത്തിൽ വെളപ്പിൽ CHSE സംബന്ധിച്ച് ഇത് നടക്കുന്നത്. നേരത്തെയും ഇതുപോലുള്ള 3-4 വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു CHSE ആണെങ്കിൽ പോലും ആ നിലവാരത്തിലോട്ട് വെളപ്പിശാല ഹോസ്പിറ്റലിൽ ഉയർന്നിട്ടില്ല. തീർച്ചയായിട്ടും അതിനുവേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടുള്ളത്. കൃത്യമായിട്ടുള്ള ചികിത്സ കൊടുക്കാറില്ല. അതോടൊപ്പം ഡോക്ടേഴ്സിൻ്റെ കുറവ്. അതേസമയം തെരുവുനായ ശല്യമുള്ളതുകൊണ്ടാണ് ഗേറ്റ് അടച്ചിട്ടത് എന്നുള്ളതാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം. രോഗിക്ക് പ്രാഥമിക ഘട്ടത്തിൽ ചെയ്യേണ്ടതെല്ലാം ചെയ്തുവെന്നും ആശുപത്രി സൂപ്രണ്ട് പറയുന്നു. അനാസ്ഥയാരോപിച്ച് DMOയ്ക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകാൻ ഒരുങ്ങുകയാണ് കുടുംബം. 24 തിരുവനന്തപുരം. ഒരാഴ്ച മുൻപ് കൊച്ചിയിൽ ട്രെയിനിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയ 2 വയസ്സുകാരനെ ശിശുക്ഷേമ സമിതിയുടെ സംരക്ഷണയിലേക്ക് മാറ്റി. പൂനെ എറണാകുളം എക്സ്പ്രസിൽ കഴിഞ്ഞ 17-നാണ് കുട്ടിയെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. കുട്ടിയുടെ മാതാപിതാക്കളെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം തുടരുകയാണ്. കുട്ടിയുടെ രക്ഷിതാക്കളെയോ ബന്ധുക്കളെയോ കുറിച്ച് വിവരം ലഭിക്കുന്നവർ എറണാകുളം റെയിൽവേ പോലീസുമായി ബന്ധപ്പെടണം. വാർത്തകൾ തുടരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കേരളം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ മത്സരിക്കുമോ എന്നത് താനല്ല, പാർട്ടിയാണ് തീരുമാനിക്കേണ്ടതെന്ന് കെ സുധാകരൻ MP. പാർട്ടി തീരുമാനിച്ചാൽ മത്സരിക്കുമെന്നും കെ സുധാകരൻ പറഞ്ഞു. ഞാൻ മത്സരിക്കുന്നു പറയുന്നത് എങ്ങനെയാ? പാർട്ടി തീരുമാനിക്കണം. പാർട്ടി തീരുമാനിച്ചാൽ ഞാൻ മത്സരിക്കും, ഇല്ലെങ്കിൽ മത്സരിക്കില്ല. താല്പര്യം അറിയിച്ചിട്ടില്ല. ചോദിച്ചാൽ പറയാം, അത്രയേ ഉള്ളൂ. പറയാം, ചോദിക്കുന്ന വിചാരിക്കുന്നു. ക്രിസ്മസ് ബമ്പർ നറുക്കെടുപ്പ് കഴിഞ്ഞു മണിക്കൂറുകൾ പിന്നിട്ടിട്ടും ഭാഗ്യശാലിയെ കണ്ടെത്താനായില്ല. കോട്ടയം കാഞ്ഞിരപ്പള്ളിയിലെ ന്യൂ ലക്കി സെന്ററിൽ നിന്നാണ് ലോട്ടറി വിറ്റതെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഇതാരാണ് വാങ്ങിയതെന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. ടിക്കറ്റ് വിൽപ്പന തുടങ്ങിയ സമയത്ത് തന്നെ വാങ്ങിയ ആരോ ആകാമെന്നാണ് ഏജന്റ് പറയുന്നത്. കാഞ്ഞിരപ്പള്ളി സ്വദേശി തന്നെയാകുമെന്നാണ് ഏജന്റിന്റെ നിഗമനം.
നമ്മൾ കുറച്ച് ടിക്കറ്റ് തട്ടേ വിറ്റിട്ടുള്ളൂ. അപ്പൊ അതാണ് ആ പ്രൈസ് കാഞ്ഞിരപ്പള്ളി വിട്ട് എങ്ങും പോവുക. ഇത് ഈ കടയിൽ നിന്ന് റീറ്റെയിൽ വിട്ടോ 400 രൂപ ബമ്പർ ആയത് കാരണം നമ്മൾ കുറച്ചേ ഇടത്തുള്ളൂ. ചിലവനുസരിച്ച് കുറച്ചേ ഇടാം. അത് അല്ലെങ്കിൽ പിന്നെ അത്രയും പൈസ ഇവിടെ ഇതായിട്ട് കിടക്കും. ടിക്കറ്റ് അവസാനം വിറ്റ് തീരത്തുള്ളൂ. അപ്പൊ അത് കാരണം നമ്മൾ ഓരോ പ്രാവശ്യം എടുക്കുമ്പോൾ ഒരു ബുക്ക് 10 ടിക്കറ്റ് 20 ടിക്കറ്റ് എങ്ങനെ വെച്ച് കുറേശ്ശെ ഇടത്തുള്ളൂ. പാർട്ടി പരിപാടികളിലെ അവഗണനയിൽ അതൃപ്തി പരസ്യമാക്കി ഡോക്ടർ ശശി തരൂർ എം പി. മാധ്യമങ്ങളിൽ വരുന്ന കാര്യങ്ങളിൽ ചിലത് ശരിയായിരിക്കുമെന്നും പൊതുവേദിയിൽ ചർച്ചയ്ക്കില്ലെന്നും വിശദീകരണം. ശശി തരൂർ കോൺഗ്രസിന്റെ ഭാഗമെന്ന് രമേശ് ചെന്നിത്തലയും പറഞ്ഞു. കേരളത്തിലെ തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ KPCC ഭാരവാഹികളുമായി ഹൈക്കമാൻഡ് ചേർന്ന ആദ്യ യോഗത്തിൽ പങ്കെടുക്കാത്തതിൽ ശശി തരൂർ നൽകിയ വിശദീകരണം ഇങ്ങനെ: തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പാർട്ടിയിൽ പറയും. മാധ്യമങ്ങളിലൂടെ പുറത്തുവരുന്ന കാര്യങ്ങളിൽ ശരിയും തെറ്റുമുണ്ടെന്നും ശശി തരൂർ. ഞാൻ പോയില്ലേ, ഞാൻ പാർട്ടി നേതൃത്വത്തെ നേരത്തെ അറിയിച്ചു ഞാൻ വരുന്നില്ല എന്ന്. എനിക്ക് എന്തായാലും ഇവിടെ വാക്ക് കൊടുത്തായിരുന്നു. ഇതിനെ ക്യാൻസൽ ചെയ്തിട്ട് പോയിട്ട് വരേണ്ടിയിരുന്നു. പക്ഷെ ഞാൻ ഉറപ്പുമായിട്ട് പിന്നെ പാർലമെന്റിലെ എല്ലാ വിധത്തിലും പങ്കെടുക്കുമ്പോൾ പാർട്ടിയെ ആ സമയത്ത് കാണാൻ നേതൃത്വത്തിന്. പക്ഷെ എനിക്ക് പറയാനുള്ളത് പാർട്ടിയുടെ അകത്ത് പാർട്ടിയുടെ അകത്ത് തന്നെ പറയുന്നത് നല്ലത്, മാധ്യമക്കാരുടെ മുമ്പിലല്ല. ശശി തരൂർ കോൺഗ്രസിന്റെ ഭാഗമെന്ന രമേശ് ചെന്നിത്തല. അല്ല, അദ്ദേഹം പറയട്ടെ, ചിലത് ശരിയാണ് ചിലത് ശരിയാണെന്ന് പറയട്ടെ. അദ്ദേഹത്തിന് അതൃപ്തിയില്ലത് ഇപ്പം മനസ്സിലായല്ലോ. ഞങ്ങൾ പറഞ്ഞത് ശരിയാണെന്ന് മനസ്സിലായല്ലോ. അദ്ദേഹം പാർട്ടിയുടെ പരിപാടികളിൽ നിന്നൊന്നും വിട്ടു നിൽക്കുന്ന ഒരാളല്ല. അത് ഇന്നലെ വരാതിരുന്നത് മുൻകൂട്ടി തയ്യാറാക്കിയ പരിപാടി ഉണ്ടായിരുന്നത് കൊണ്ടാണ് എന്ന് ഞങ്ങൾ പറഞ്ഞല്ലോ. കൊച്ചിയിലെ പാർട്ടിയുടെ മഹാപഞ്ചായത്ത് വേദിയിൽ അവഗണിക്കപ്പെട്ടു എന്നത് തരൂരിന്റെ തോന്നൽ മാത്രമെന്നായിരുന്നു ഇന്നലത്തെ യോഗത്തിൽ രാഹുൽ ഗാന്ധി സംസ്ഥാന നേതാക്കളോട് പറഞ്ഞത്. തനിക്ക് തന്ന നേതാക്കളുടെ ലിസ്റ്റിൽ തരൂരിന്റെ പേര് ഇല്ലായിരുന്നുവെന്നും രാഹുൽ ഗാന്ധി വിശദീകരിച്ചു. വയനാട് ലക്ഷ്യ ക്യാമ്പിൽ ശശി തരൂരും പാർട്ടി നേതൃത്വവും തമ്മിലുള്ള അകൽച്ച കുറഞ്ഞെങ്കിലും കൊച്ചി മഹാപഞ്ചായത്തിൽ കാര്യങ്ങൾ വീണ്ടും പഴയപടിയായി. 24 ഡൽഹി. റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി രാജ്യതലസ്ഥാനത്ത് വൻ സുരക്ഷയൊരുക്കി ഡൽഹി പോലീസ്. ഡൽഹിയിൽ 1000 പാർക്കിംഗ് കേന്ദ്രങ്ങൾ പ്രശ്നബാധിത മേഖലകളായി കണ്ടെത്തി. AI സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്ന സ്മാർട്ട് ഗ്ലാസുകളും CCTV ക്യാമറകളും തലസ്ഥാനത്ത് സജ്ജമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ നവംബറിൽ ചെങ്കോട്ടയ്ക്ക് സമീപം നടന്ന സ്ഫോടനത്തിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇത്തവണ റിപ്പബ്ലിക് ദിനത്തിൽ സുരക്ഷ ഇരട്ടിയാക്കുന്നത്. CCTV ഇല്ലാത്ത 1000 പാർക്കിംഗ് കേന്ദ്രങ്ങൾ പ്രശ്നബാധിത മേഖലകളായി കണ്ടെത്തിയിട്ടുണ്ട്. ഇവിടങ്ങളിൽ പോലീസ് പ്രത്യേക പരിശോധനയും സുരക്ഷയും ഒരുക്കും. 26 വൈകിട്ട് വരെ ഡൽഹിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നിരോധനവും ഏർപ്പെടുത്തി. കർത്തവ്യപഥിലടക്കം പ്രധാന സ്ഥലങ്ങളിൽ NSGക്കാണ് സുരക്ഷാ ചുമതല. 70 കമ്പനി പാരാമിലിറ്ററി ഉദ്യോഗസ്ഥരടക്കം 30,000 സുരക്ഷാ ഉദ്യോഗസ്ഥർ റിപ്പബ്ലിക് ദിനത്തിൽ ഡൽഹിയിലുണ്ടാകും. വിവിധ സ്ഥലങ്ങളിൽ ബാരിക്കേഡുകൾ ഉപയോഗിച്ച് വാഹനങ്ങൾ തടഞ്ഞ് പരിശോധിക്കും. പരേഡ് കാണാനെത്തുന്നവരെ ബോംബ് സ്ക്വാഡ് അടക്കം 6 സ്ഥലങ്ങളിൽ പരിശോധിച്ച ശേഷമാകും കർത്തവ്യപഥിലേക്ക് കയറ്റിവിടുക. പ്രശ്നക്കാരെയും ഗുരുതര ക്രിമിനൽ സ്വഭാവമുള്ളവരെയും തൽക്ഷണം കണ്ടെത്താൻ സഹായിക്കുന്ന AI സ്മാർട്ട് ഗ്ലാസുകൾ ഉദ്യോഗസ്ഥർക്ക് നൽകിയെന്നും ഡൽഹി പോലീസ് അറിയിച്ചു. ഭീകരരുടെ ചിത്രങ്ങൾ നേരത്തെ തന്നെ റെയിൽ, മെട്രോ, ബസ് സ്റ്റേഷനുകളിലും പ്രധാന സ്ഥലങ്ങളിലും പോലീസ് പതിച്ചിട്ടുണ്ട്. റെയിൽ, മെട്രോ, ബസ് സ്റ്റേഷനുകൾ എന്നിവിടങ്ങളിലും ഹോട്ടലുകളിലും കച്ചവട സ്ഥാപനങ്ങളിലും പരിശോധന തുടരുകയാണെന്നും ഡൽഹി പോലീസ് അറിയിച്ചു. 24 ഡൽഹി. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര ചർച്ചകൾ സംബന്ധിച്ച നിർണായക പ്രഖ്യാപനം ചൊവ്വാഴ്ചയുണ്ടാകും. ഇന്ത്യൻ തുണിത്തരങ്ങൾ, ആഭരണങ്ങൾ, കാറുകൾ എന്നിവയുടെ ഇറക്കുമതി ചുങ്കം യൂറോപ്യൻ യൂണിയൻ കുറച്ചേക്കുമെന്നാണ് റിപ്പോർട്ട്. സ്വതന്ത്ര വ്യാപാര ചർച്ചകൾക്കായി യൂറോപ്യൻ യൂണിയൻ നേതാക്കൾ ഇന്ത്യയിലെത്തി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച ഇരട്ടച്ചുങ്കം ഇന്ത്യക്ക് തിരിച്ചടിയായ സാഹചര്യത്തിലാണ് യൂറോപ്യൻ യൂണിയനുമായി ഇന്ത്യ സ്വതന്ത്ര വ്യാപാര കരാറിന് തയ്യാറെടുക്കുന്നത്. ദാവോസിൽ നടന്ന വേൾഡ് എക്കണോമിക് ഫോറത്തിൽ കരാർ സംബന്ധിച്ച് അന്തിമ തീരുമാനമുണ്ടാകുമെന്ന് യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലെയ്ൻ പറഞ്ഞിരുന്നു. ഇന്ത്യൻ ഇലക്ട്രോണിക്സ്, തുണിത്തരങ്ങൾ, രാസവസ്തുക്കൾ, ആഭരണങ്ങൾ, കാറുകൾ എന്നിവയുടെ സ്വതന്ത്ര വ്യാപാരത്തിന് സഹായമാകുന്നതാകും കരാർ എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം സ്റ്റീൽ, അലൂമിനിയം, സിമന്റ് എന്നിവ ഉൾപ്പെടെയുള്ള വസ്തുക്കളുടെ ഇറക്കുമതിയിൽ യൂറോപ്യൻ യൂണിയൻ പുതുതായി അവതരിപ്പിച്ച അധിക കാർബൺ നികുതി സംബന്ധിച്ച് കൂടുതൽ ചർച്ചകൾ വേണ്ടിവരുമെന്നാണ് സൂചന. ജനുവരി 25 മുതൽ 28 വരെയാണ് യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ് അന്റോണിയോ കോസ്റ്റ, യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലെയ്ൻ എന്നിവർ ഇന്ത്യയിലുള്ളത്. സ്വതന്ത്ര വ്യാപാര കരാർ സംബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നടത്തുന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാകും നിർണായക പ്രഖ്യാപനമുണ്ടാകുക. 26 ഡൽഹിയിൽ നടക്കുന്ന റിപ്പബ്ലിക് ദിനാഘോഷത്തിലും യൂറോപ്യൻ യൂണിയൻ നേതാക്കൾ മുഖ്യാതിഥികളാകും. 24 ഡൽഹി.
ആദ്യത്തെ ലൈവ് ഇന്ററാക്റ്റീവ് ബിൽ ബോർഡുമായി പ്രമുഖ കൊമേഴ്സ് വിദ്യാഭ്യാസ സ്ഥാപനമായ എലാൻസ് കോഴിക്കോട് ബീച്ചിൽ നടക്കുന്ന കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ ഭാഗമായാണ് ബിൽ ബോർഡ് ഒരുക്കിയത്. ഫ്യൂച്ചർ ഫ്രെയിം എന്ന പേരിലാണ് എലാൻസ് യുവാക്കൾക്കായി ലൈവ് ഇന്ററാക്റ്റീവ് ബിൽ ബോർഡ് ഒരുക്കിയത്. ഫോട്ടോ എടുത്ത് നിശ്ചിത ചോദ്യാവലി പൂർത്തീകരിച്ചാൽ ബിൽ ബോർഡിൽ ആ വ്യക്തി ഭാവിയിൽ എങ്ങനെയായിരിക്കുമെന്ന് കാണാൻ കഴിയും. AI-യുടെ സഹായത്തോടെയാണ് ഈ സംവിധാനം പ്രവർത്തിക്കുന്നത്. കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ 9th എഡിഷനിൽ എഡ്യൂക്കേഷണൽ പാർട്ട്ണർ ആവാൻ സാധിച്ചാൽ ഇലാൻസ് ലേണിങ്ങിന് ഭയങ്കര സന്തോഷമുണ്ട്. കേരളത്തിലെ ഫസ്റ്റ് ഇൻട്രാക്റ്റീവ് ബിൽ ബോർഡാണ് നമ്മൾ ഇന്നത്, ലൈവ് ഇൻട്രാക്റ്റീവ് ബിൽ ബോർഡാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഇത് ഒരു സ്റ്റുഡൻറ്റിനും അതേപോലെ തന്നെ നമ്മൾ പബ്ലിക്കിനും ഡിഫറൻ്റ് ആയിട്ട് എല്ലാ വർഷത്തിലും പുതിയ പുതിയ കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ എപ്പോഴും ശ്രമിക്കാറുണ്ട്. അതിൻ്റെ പാർട്ടായിട്ട് തന്നെയാണ് നമ്മളിത് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളതും. DDRC അഗില്ലസിന്റെ അത്യാധുനിക റീജിയണൽ ലബോറട്ടറിയും വെൽനസ് സെന്ററും പത്തനംതിട്ട നഗരത്തിൽ പ്രവർത്തനം തുടങ്ങി. ജനറൽ ആശുപത്രിക്ക് സമീപമാണ് വിശാലമായ പുതിയ ലബോറട്ടറി. 24 മണിക്കൂറും സേവനം ലഭ്യമാണ്. വീടുകളിൽ വന്നുള്ള സാമ്പിൾ ശേഖരണം ഉൾപ്പെടെ സേവനങ്ങളുണ്ട്. ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ ലബോറട്ടറി ഉദ്ഘാടനം ചെയ്തു. ആന്റണി MP മുഖ്യാതിഥിയായിരുന്നു. 2020 ലോകകപ്പിൽ ബഹിഷ്കരണ ഭീഷണിയുമായി പാകിസ്ഥാൻ. ടൂർണമെന്റിൽ പങ്കെടുക്കുന്ന കാര്യം പാക് സർക്കാർ തീരുമാനിക്കുമെന്ന് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് അധ്യക്ഷൻ മൊഹസിൻ നഖ്വി. ലോകകപ്പിൽ നിന്ന് ബംഗ്ലാദേശിനെ പുറത്താക്കിയ ICC തീരുമാനത്തിൽ PCBക്ക് അതൃപ്തിയെന്നാണ് സൂചന. ഇന്ത്യയിൽ കളിക്കില്ലെന്ന തീരുമാനം ബംഗ്ലാദേശ് ആവർത്തിച്ചതോടെ സ്കോട്ട്ലൻഡിനെ പകരം കളിപ്പിക്കാൻ ICC തീരുമാനിക്കുകയായിരുന്നു. ഇന്ത്യ ന്യൂസിലൻഡ് കാര്യവട്ടം 2020 മത്സരത്തിന്റെ ആവേശത്തിൽ കായിക പ്രേമികൾ. ചരിത്രത്തിൽ ആദ്യമായി ടിക്കറ്റുകൾ മുഴുവനായും അതിവേഗം വിറ്റുപോയതായി KCA സെക്രട്ടറി വിനോദ് S. കുമാർ പ്രതികരിച്ചു. ടിക്കറ്റുകൾ കരിഞ്ചന്തയ്ക്ക് വിൽക്കുന്നതിനെതിരെ നടപടിയുണ്ടാകുമെന്നും പ്രതികരണം. ഈ മാസം 31-നാണ് ഇന്ത്യ ന്യൂസിലൻഡ് മത്സരം. കാര്യവട്ടം വീണ്ടും ഒരു ക്രിക്കറ്റ് ആവേശത്തിലേക്ക് കടക്കുകയാണ്. ജനുവരി 31-നാണ് ഇന്ത്യ ന്യൂസിലൻഡ് T20 മത്സരം. അതിൽ ഒരുക്കങ്ങളൊക്കെ അവസാന ഘട്ടത്തിലാണ്. ഇപ്പോൾ KCA സെക്രട്ടറി 24 ന്യൂസിനോടൊപ്പം ചേരുകയാണ്. എങ്ങനെയാണ് ഒരുക്കങ്ങളൊക്കെ? ഒരുക്കങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളുമായിട്ടെല്ലാം കോർഡിനേറ്റ് ചെയ്ത് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ നമ്മുടെ ടിക്കറ്റ്സ് മുഴുവൻ നമ്മുടെ ടിക്കറ്റിൻ്റെ സെയിൽ ഓപ്പൺ ചെയ്തതിൻ്റെ നെക്സ്റ്റ് ഡേ തന്നെ ടിക്കറ്റ് മുഴുവൻ സെയിലായി. അപ്പോൾ അത് ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്. ഈ ഒരു ദിവസം കൊണ്ട് തന്നെ ഇത്രയും ടിക്കറ്റുകൾ തീരുന്നു എന്ന് പറയുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ നമ്മുടെ സെയിലിന് വെച്ച ടിക്കറ്റ് മുഴുവൻ കഴിഞ്ഞു. അപ്പോൾ അത് കാരണം തന്നെ കാണികളെല്ലാവരും അതുപോലെ ഇവിടുത്തെ ട്രിവാൻഡ്രത്തെ എല്ലാം ക്രിക്കറ്റ് പ്രേമികൾ അത് അത്രത്തോളം ഒരു ഉറ്റുനോക്കുന്നുണ്ട് ഈ മത്സരം എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് ഇതുവരെ കാര്യവട്ടം ഇത്ര വേഗത്തിൽ ഹൗസ്ഫുൾ ആവാറില്ലായിരുന്നു എന്നുള്ളതാണോ? അതെ, ആദ്യമായിട്ടാണ്. അത് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു അതങ്ങനെ ഇന്ത്യയിൽ തന്നെ അങ്ങനെ സംഭവിക്കാൻ സാധ്യതയില്ല. ഒരു ദിവസം കൊണ്ട് ഇത്രയും അധികം ടിക്കറ്റുകൾ അങ്ങനെ തീരുക എന്ന് പറയുന്നത് ഇതുവരെ സംഭവിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ പല ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലും ഇങ്ങനെ ടിക്കറ്റുകൾ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ അങ്ങനെയുള്ള പരസ്യങ്ങളൊക്കെ കാണാറുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് പ്രതികരണം? അത് നമ്മളിപ്പോൾ ഈ IPL ഒക്കെ നടത്തുന്ന സമയത്ത് നോക്കുകയാണെങ്കിലും ഇതുപോലെ ഈ ചില ഇങ്ങനെ ഒരു ഫേക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരാറുണ്ട്. ഇപ്പോൾ IPL ടിക്കറ്റുകൾ ശരിക്കും ഈ സെല്ല് ചെയ്യുന്നതിൻ്റെ എത്രയെങ്കിലും ഇരട്ടി വിലയ്ക്ക് അവൈലബിൾ ആണെന്നൊക്കെ പറഞ്ഞ് വരാറുണ്ട്. അപ്പോൾ നമ്മുടെ ശ്രദ്ധയിൽ അത് പെട്ടിട്ടുണ്ട്. നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ട്. നമ്മൾ നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമൊക്കെ വഴി ഇങ്ങനെ ഒരു ഫേക്ക് ഒരു ഇതിലോട്ട് ആൾക്കാരെ ചെന്ന് ചാടരുതെന്നുള്ളത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ പോലീസുമായിട്ടും കൂടി ഇങ്ങനെ ഈ നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ ഒന്ന് പാസ് ചെയ്യാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. വെച്ചാൽ ഇതുപോലെ ചില പ്ലാറ്റ്ഫോമുകളിൽ കൂടിയ വിലയ്ക്ക് ടിക്കറ്റുകൾ വരുന്നതായിട്ട് ഇങ്ങനെ കാണുന്നു എന്നുള്ളത് അത് പോലീസിനെയും കൂടെ ഒന്ന് അറിയിക്കണമെന്നാണ് നമ്മളിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതുപോലെ സഞ്ജു ഒക്കെ ഉണ്ട് ടീമിൽ. എങ്ങനെയാണ് ഇന്ത്യയുടെ വിജയ സാധ്യതയൊക്കെ എങ്ങനെയാണ്? അല്ല, ഇന്ത്യ ഇപ്പോൾ 2 മത്സരങ്ങളും വിജയിച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ അതുമാത്രമല്ല, എനിക്ക് തോന്നുന്നു ഇതിപ്പോൾ ഈ ലോകകപ്പിനോട് അടുത്തുള്ള ഏറ്റവും അവസാനം വേൾഡ് കപ്പിന് തൊട്ട് മുന്നേ ഇനി ഇതാണ് ലാസ്റ്റ് മാച്ച്. നമ്മുടെ ട്രിവാൻഡ്രത്തുള്ളതാണ് ലാസ്റ്റ് മാച്ച് ഇന്ത്യയുടേത്. അങ്ങനെ ഒരു കാരണം ഉണ്ടായിരിക്കാം. അതുപോലെ സഞ്ജു ടീമിലുള്ളതും ഇതെല്ലാം കൂടെ ചേർന്നിട്ട് അതുപോലെ വേൾഡ് കപ്പിനോട് അടുപ്പിച്ചുണ്ടാകുന്ന ഒരു ക്രിക്കറ്റിന് ഒരു ആവേശമുണ്ടല്ലോ. എല്ലാ ഫാക്ടേഴ്സും കൂടെ ചേർന്നിട്ടായിരിക്കും ചിലപ്പോൾ ഇങ്ങനെ നമ്മളെല്ലാം ഞെട്ടിച്ചുകൊണ്ട് ഇത്രയും പെട്ടെന്ന് ഈ ടിക്കറ്റെല്ലാം വിറ്റുപോയത്. എന്തായാലും KCA സർവ്വസജ്ജമാണ്. തീർച്ചയായിട്ടും നമുക്കത് ഇവിടെ ഇപ്പോൾ ഒരു 13ഓളം മത്സരങ്ങൾ അന്താരാഷ്ട്ര മത്സരങ്ങൾ നടത്തിയിട്ടുണ്ട്. കൂടാതെ നമ്മൾ 2 സീസൺ KCAയിൽ കുറേയധികം മത്സരങ്ങൾ നടത്തി. അപ്പോൾ നമ്മൾ പ്രിപ്പറേഷൻസൊക്കെ നമ്മുടെ ഓൺ ടൈം അങ്ങനെ ശരിയായിക്കൊണ്ടിരിക്കുകയാണ്. KCA സെക്രട്ടറി വിനോദ് S. കുമാറാണ് പ്രതികരിച്ചത്. ഇനി കാര്യവട്ടത്ത് ഒരു ക്രിക്കറ്റ് കാലം കൂടി വരികയാണ്. അതിന് സർവ്വസജ്ജമാണ് എന്നുള്ളതാണ് പ്രതികരിക്കുന്നത്. ക്യാമറമാൻ അഭിലാഷിനോടൊപ്പം മേഘ്ന മുരളി, 24 തിരുവനന്തപുരം.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.